ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് എളുപ്പത്തിലുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ളത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് 400 ഗ്രാം, ദെൻ അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ആയിട്ട് വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് അതിനെ ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ എള്ളെണ്ണ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ന്യൂഡിൽസിൻ്റെ മറ്റേ ടേസ്റ്റ് മേക്കർ പൗഡർ ഇല്ലേ അത്, 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡർ, ദെൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് പിന്നീട് നമ്മൾ ഈ സമോസയുടെ ആ ഒരു പാക്കറ്റില്ലേ, ഇത് ഷീറ്റില്ലേ അതെടുക്കാം, അല്ലെങ്കിൽ ഇത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ്, സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എടുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. സമൂസ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചെറിയ പീസാക്കുക. ഇത് സ്പ്രിംഗ് റോൾ ആയതുകൊണ്ട് ഞാനൊന്നുകൂടെ നീളത്തിലും ഇങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി വെച്ചതാണ്. ദെൻ ഇതിലാവശ്യം നമുക്ക് ചീസിൻ്റെ ക്യൂബാണ്. ഇനി ഈ ചീസ് ക്യൂബ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിന് പറ്റി എന്ത് വേണമെങ്കിലും, ഒന്നുമില്ലെങ്കിൽ പൊട്ടാറ്റോ ആണെങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാമല്ലോ. പക്ഷെ അവർ ചീസാണ് വെക്കുന്നതെന്ന് മാത്രം. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ബോൾസ് ആക്കുക. എന്നിട്ട് ഇതായി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഷീറ്റിലെ അതിൽ ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ട് എടുക്കുക. നമ്മുടെ കിളിക്കൂട് പോലെയാണ്, പക്ഷേ അവരുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാം. ഇത് ഇന്തോനേഷ്യയിൽ മലായിലൊക്കെ കാണുന്ന ഒരു സ്നാക്കാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ മീറ്റ് ബോൾസ് എന്ന് തന്നെയാണ്. ദെൻ ഇതുപോലെ ഇത് എപ്പോഴും ക്രിസ്പി ആയിരിക്കും. നല്ല ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം അതിങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല രസമാണ്. നമ്മൾ കടിക്കുമ്പോൾ ക്രിക്ക് എന്നുള്ളൊരു സൗണ്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വളരെ എളുപ്പമാണ്. ഇതുപോലത്തെ എളുപ്പമുള്ള നമുക്ക് ഇഫ്താർ സ്നാക്സൊക്കെ ആയിട്ട് കാണാം. ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ടാവും, നല്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇഫ്താർ എളുപ്പമാക്കാൻ കൂടെ കൂടിക്കോളൂ.